ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ പറയണ എന്താ പറയാൻ വന്നേ, ഞങ്ങൾ ഇന്ന് ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് ഭയങ്കര കുക്ക് ചെയ്യുന്നൊക്കെ വിചാരിച്ചു. അപ്പം എന്താണ് നമ്മള് പാസ്ത ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടി ഓരോരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം ഞാൻ തന്നെ ചീറ്റിച്ചു. എനിക്കിന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവ ഭയങ്കര കുക്കാണ്. അപ്പം എനിക്ക് ഇവനെ കൊണ്ട് അത് പറഞ്ഞു കേട്ട് ശരിക്കും കുക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അതൊന്നും നടന്നില്ല. പഠിക്കണം എന്നൊക്കെ ആയിരുന്നു. അവസാനം വിഷയനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കേണ്ടി വന്നു. അവസാനം അവന്റെ ചീത്തയൊക്കെ കേട്ട് നിൽക്കുന്നു. ഇവിടെ ഒരുത്തന്നെ ഒളിച്ചിരിപ്പുണ്ടല്ലോ. എന്തിടാ കണാപ്പി? അവനെ പുതിയ മനോരമയൊക്കെ വലിയതായപ്പോഴത്തേക്കും ജാടയായി. ക്യാമറയുടെ മുമ്പിലൊന്നും വരാൻ പറ്റില്ല. അപ്പൊ ഗായ്സ്, ഞങ്ങൾ പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യമേ നീ ഒന്ന് പറഞ്ഞു എന്തിനാന്നറിയോ? എനിക്ക് ഇനി അടുത്ത ദിവസം ഇത് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഇതിന്റെ റെസിപ്പി എന്ന് വെച്ചാൽ ഇവന് ആദ്യമേ നമ്മുടെ ഇത് വെളുത്തുള്ളി ഒരു 5-6 എടുത്ത് നല്ലപോലെ ചോപ്പ് ചെയ്തു ഇതല്ലേ. അതിന് മഷ്റൂം കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ബട്ടറിന്റെ അകത്തിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ പാസ്ത സോൾട്ട് ചെയ്തു. പാസ്ത എത്രയാ കുറച്ച് വെള്ളത്തിന്റെ അകത്ത് ഇട്ട് അതിന് ഉപ്പിട്ടോടാ, ഉപ്പ് ഇട്ട് വേവിച്ചു. നമ്മൾ നിലവിൽ അത്രല്ലേ ചെയ്തുള്ളൂ ഗായ്സ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പഠിച്ചു വരുന്നുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എന്റെ ഒരു പഠിക്കാനുള്ള ഒരു ഇതിനും കൂടി ആണ്. നമ്മുടെ ആശാനാണ് ഇന്ന് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ആശാൻ അവള് ഭയങ്കര ഐഡിയ ഒക്കെ പറയുന്നുണ്ട്. ആ ചോറ് അരിക്കണ സാധനത്തിൽ ചോറാണല്ലേ ചേട്ടായി? എന്നാ ഗായ്സ്, ഇനി ഭയങ്കര ഐഡിയ പരമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. എത്ര നേരം ഞാൻ എടുക്കണോ? പക്ഷെ ബിന്നി ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും തീരില്ലായിരുന്നു ഇല്ലോടാ. അവള് ലാസ്റ്റ് ടൈമില് ദൈവദൂതനെ പോലെ വന്നിട്ട് ദൈവദൂതൻ പരീന്ന് തന്നെയാണല്ലോ പറഞ്ഞേ. എനിക്ക് മലയാളം തമിഴൊക്കെ അറിയത്തുള്ളൂ. അത് കാരണം അക്ഷരങ്ങൾ മാറിയ പ്രശ്നമാണ്. നിനക്ക് നാളെ ഇല്ല? നാളെ ഇല്ല ഇല്ലേ? ഇനിയിപ്പോ എന്നോളെ? അയ്യോ ശരി ഗായ്സ്, ഞങ്ങള് പറഞ്ഞു വന്ന കാര്യം മറന്നുപോയി. ഞങ്ങള് പാസ്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വേറെ എന്തൊക്കെയോ കാര്യത്തിലേക്ക് പോയി. സബ്ജക്റ്റ് വഴിമാറിപ്പോയി. മറ്റേ വലിയ സാധനം നമ്മളിവിടെ ഗായ്സ്, ദേവ പണിയെടുക്കണം. നമ്മുടെ പാസ്ത ഇത് എടുത്തിട്ട് അതിനകത്തേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് എടാ അവള് പണിയെടുക്കുകയെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ സത്യമായിട്ട് ഈ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം എനിക്ക് പഠിക്കണ ഈ സാധനം. എടാ എനിക്ക് ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ സത്യമായിട്ട് എനിക്ക് ഉണ്ടാക്കണമായിരുന്നു. ഞാൻ കുറെ നാളായി ഞാൻ പ്ലാൻ ചെയ്യുന്നു. വെള്ളമുണ്ട്, ആ ടാപ്പ് തുറന്നു വിടണേ. അത് അവിടെ ഉണ്ട്. ഗായ്സ്, നമ്മൾ ഇതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ടു. ആ ബട്ടറിലേക്ക് നമ്മുടെ ഗാർലിക് ഇട്ടു. അത് നമ്മൾ സോട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ടു. പച്ച സാധനം തന്നെ ഒറിഗാനോയോ ആ സാധനം ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ഗായ്സ് തെറ്റിദ്ധരിക്കരുത്, ബിന്നിയല്ല കുക്ക് ചെയ്യുന്നത്, അവൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഗായ്സ് നമ്മളിത് മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിന്റെ ഫ്ലേവറിംഗ് ആണ് ഇപ്പൊ നടക്കുന്നത്. നമ്മൾ ബട്ടർ ഇട്ടു, അതിനുശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ടു, അറിയരുത് ഗാർലിക് ഇട്ടു. ദെൻ നമ്മൾ അതിന്റെ ഈ ബട്ടറിൽ കിടന്ന് ഗാർലിക് ഇങ്ങനെ ആവുമ്പോ ഉള്ള സ്മെല്ലുണ്ട്. എന്റെ അലിയാ, ഈ അലിഞ്ഞ സാധനത്തിന് അലിയാന്ന് പറയുന്നത്. ദേവ ഇതെല്ലാം കേട്ടോണ്ട് നിന്റെ ബാക്കി ഒന്ന് ചവിട്ടും. അവൻ കണ്ടല്ല, അവൻ ഇപ്പോഴല്ലേ എന്റെ മുഖത്ത് എക്സ്പ്രഷൻ ഇതാണെന്നറിയോ, ഇതാണ് മറ്റൊരു സാധനം, സൂര്യ ലൈറ്റ്. ആ കഥ പറഞ്ഞിട്ടില്ലേ? ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ആ കഥ പറഞ്ഞിട്ടില്ലേ? നമ്മുടെ യൂട്യൂബില് പറഞ്ഞിട്ടില്ല. എടാ ഇത് കരിഞ്ഞടാ. നമ്മുടെ വാള് വെക്കുന്നോ? പാലൊഴിക്കുന്നു കണ്ട. ഇതാണ് കളർ ഓഫ് കുക്കിംഗ്, ആർട്ട് ഓഫ് കുക്കിംഗ്. എങ്ങനെ കുക്കിംഗ് ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ടവര് പിൻമി ഫീസ് വെറും ഫീസ് ദുബായിലുള്ള ഇവിടെ കുക്കിങ്ങിന്റെ ക്ലാസ് എന്ന് പറഞ്ഞ പോലെ ഒരു 2 ആഴ്ച മുമ്പേ ഇവിടെ ഡാൻസിന്റെ അത് ഏതാടി, കുച്ചിപ്പുടിയോ ഭരതനാട്യം ഏതാ, അത് ഏതാ, ആ സാധനത്തിന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തേ. ഒരു ദിവസം ടീച്ചർ വന്നു, എന്നിട്ട് അതിന്റെ ഏതാണ്ട് ഇതാണ് അടപ്രഥമൻ. നമ്മൾ പാസ്റ്റ് ഉണ്ടാക്കി അടപ്രഥമൻ 14-ാം തീയതി അന്ന് ടീച്ചർ വന്നതാ. എന്നിട്ട് അതിന്റെ ഓരോ കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഭയങ്കര കാൽവേദന അതിന് വെറ്റിലി മറ്റേ ചുണ്ണാമ്പോ അത് കൊള്ളാം. അത് കൊള്ളാമോ? മറ്റേ സാധനമൊക്കെ പൈസ ടീച്ചറേ ഫീസ് പഠിപ്പിക്കാൻ പറ്റില്ല. അല്ല ടീച്ചറേ, ടീച്ചറെ ഫീസ് ചോദിച്ചു. അദീപിന്റെ ടീച്ചറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ ഒരു ദിവസം ആകെ വന്നിട്ടുള്ളൂ. ടീച്ചറിന് വെട്ടിലും ചുണ്ണാമ്പൊക്കെ കൊടുത്ത് 101 രൂപയ്ക്ക് ഒഴിവാക്കിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇവള് എല്ലാ ദിവസവും ഓരോരോ ഫോട്ടോഷൂട്ട് അത് ഇതൊക്കെ പിടിച്ചു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇനി സമയമില്ല പഠിക്കാനായിട്ട്. അപ്പത്തേക്ക് ഷൂട്ട് തുടങ്ങില്ലേ? ഭരതനാട്യത്തിന് പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഇപ്പൊ കാണിക്കാൻ പോയി കഴിഞ്ഞാ എന്റെ അടപ്രഥമ കരിയും. ചെറിയതായിട്ട് വ്യത്യാസം കണ്ണിനെ വീണു കടല. അടപ്രഥമ വേണോ? ടേസ്റ്റ് ചെയ്യുന്നോ? കളർ കൊള്ളാം അല്ലേ? നീ കൊതി വെച്ചത് ഇവിടെ വന്നിട്ട് ഇത് നോക്കിട്ട് വെള്ളം ഞാൻ വെറുതെ കണ്ടോന്നുള്ളൂ. വെറുതെ കണ്ടപ്പോൾ ഇത്ര വെള്ളം. അത് ഏത് സ്റ്റിക്കാന്നല്ലേ? ഇപ്പൊ പുതിയതാ, ഭരതനാട്യം കൂടെ ആവുമ്പോ ശരിയാവില്ല. ഇന്നൊക്കെ നേരൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇറങ്ങി വരുമ്പോഴും കാലുവേദന. പ്രായമായി ഇപ്പോഴേ, ഈ പ്രായത്തിലെ കാലുവേദന, കൈക്കുവേദന. ഇന്ന് വണ്ടി ഓടിച്ച് ഒരു പുള്ളിക്കാരനെ പോയി തട്ടി. അതിനെ വിണ്ടൂല്ലാത്ത ഇവൾക്ക് എന്താന്നറിയോ? സ്വന്തം ഫേസ് കാണിക്കുന്നില്ലല്ലോ. ഹാരി എന്താ ഫേസ് കാണിക്കാൻ എനിക്ക് എന്താ കുഴപ്പം? ഞാന് ഈ സാധനം ഇടാത്ത ആരും വീഡിയോ എടുക്കുക ഇല്ലാത്ത കാരണം എന്റെ യൂട്യൂബിൽ നമുക്ക് നല്ലപോലെ വീഡിയോ കിട്ടാനായിട്ട് ഞാൻ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സൗണ്ട് ഒക്കെ ഇട്ട് നിങ്ങളുടെ വളിഞ്ഞ ഫോട്ടോ ഒക്കെ കാണിക്കുന്നു. എന്ത് ഇപ്പൊ ഞാൻ എനിക്ക് സംസാരിക്കാനുള്ള സാധനങ്ങളെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം പറഞ്ഞു തീർത്തില്ലേ? നീ എന്താ സംസാരിക്കണേ? ഷെഫ് പിള്ളയുടെ അടിമ ശിഷ്യനായ ഇതുവരെ ആരും കാണാത്ത പല അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വിസ്ക് ഉണ്ടായിരുന്നു പെട്ടെന്ന്.